കണ്ണൂരിൽ മയിലിൽ SMA ബാധിതനായ 2.5 വയസ്സുകാരനായി ലക്ഷ്യത്തിനായി കൈപിടിക്കുകയാണ് നാട്. കുഞ്ഞിന്റെ പേര് ലക്ഷിത്. അഭിലാഷ് വിജിത ദമ്പതികളുടെ മകനായ ലക്ഷ്യത്തിന് 1-2 അല്ല 18 കോടി രൂപയാണ് വേണ്ടത്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന SMA. നമുക്കൊപ്പം ലക്ഷിത്തും അമ്മ വിജിതയും അച്ഛൻ അഭിലാഷും തത്സമയം ചേരുന്നുണ്ട്. അഭിലാഷ് നമസ്കാരം, വിജിത നമസ്കാരം. ലക്ഷ്യത്ത് കുഞ്ഞെങ്ങനെ രാവിലെ ഉണർന്ന് മാമൊക്കെ കഴിച്ചിരിപ്പാണോ? ചായ കുടിച്ചില്ല. അല്ല വർത്താനം പറയോ? ചായ കുടിച്ചു. ചായ കുടിച്ചില്ലേ? ചായ ആണോ ലക്ഷ്യത്ത് കുടിക്കുക രാവിലെ, അതോ പാലാണോ? പാലാ കുടിച്ചേ അതോ ചായയോ? പറഞ്ഞു ചോദിക്കുന്നു. ഓക്കെ ഓക്കെ. നമ്മുടെ ലക്ഷ്യത്തിൻ്റെ അച്ഛനുണ്ട് അഭിലാഷ്. നമസ്കാരം അഭിലാഷ്. ഇപ്പം മോന് ഏത് നാൾ മുതലാണ് SMA ഒന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്? ഏപ്രിൽ മുതലാണ് നമുക്ക് ഇതിൻ്റെ അസുഖം നമുക്ക് തിരിഞ്ഞത്. അഭിലാഷ് ഒന്നുകൂടി ഒന്ന് പറയാമോ? ഞാൻ കേട്ടില്ല. ഏപ്രിലാണ് നമുക്ക് മോൻ്റെ ഇത് തിരിഞ്ഞത്, SMA എന്നുള്ള രോഗം. ഓ അത് ശരി. അപ്പം ഈ ജനിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ലില്ല, ജനിക്കുന്ന സമയത്തില്ല. പക്ഷേ ഇവൻ നടക്കുന്ന ടൈമിലാണ് നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നിയത്. അഭിലാഷ് എന്താ ചെയ്യുന്നത്? ടെസ്റ്റിനൊക്കെ കൊടുത്തത്. ഞാൻ ആക്ച്വലി എവിടെയാണ്, ഗൾഫിലാണ് എന്തോ വർക്ക് ചെയ്യുന്നത്. ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്, ദുബായിലാണ്. അപ്പോൾ ഈ കുഞ്ഞിന് ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ തിരിച്ചുകൊണ്ട് വന്നതാണോ? ഹലോ, ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം വന്നതാണ്. ഓക്കെ. വിജിത വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ഇതിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് മകൻ. ഇല്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ എന്താ പറയുന്നത് അഭിലാഷ്? ഡോക്ടർ പറയുന്നത് മെഡിസിൻ കൊടുത്താൽ കുട്ടി തളരില്ല എന്ന് പറയുന്നുണ്ട്. ഇത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഭാവിയിൽ തളർന്നു പോകും. ഇപ്പം മോൻ മിടുക്കനായിട്ട് ഇങ്ങനെ കളിക്കാനും ഒക്കെ നടക്കാൻ ഇറങ്ങാനും ഒക്കെ പോകുന്നുണ്ടോ? പറ്റുന്നുണ്ടല്ലോ? ബോളൊക്കെ കളിക്കുമോ ലക്ഷ്യത്ത്? ഇപ്പൊ ബോള് അവന്റെ രീതിയിൽ അവന് കളിക്കും. നമ്മൾ മെല്ലെ തട്ടി കൊടുക്കണം, സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ് പോകും. ഇന്നലെ വീണിട്ട് പൊട്ടിയതായത്. അയ്യോ. കാല് മുട്ടുമടക്കി അങ്ങ് ഇരുന്ന് പോവുക. ലക്ഷ്യത്ത് മൊബൈലാണോ കൂടുതൽ കളിക്കാൻ ഇഷ്ടം? ലക്ഷ്യത്തെ മൊബൈലിൽ എന്തോ തപ്പുന്നുണ്ടല്ലോ ലക്ഷ്യത്ത്. മൊബൈലിലൊക്കെ പാട്ട് കേട്ടിങ്ങനെ ഇരിക്കും അല്ലേ? കാറാണ്, ടോയ്സ് ആണ്. ഓക്കെ. ലക്ഷ്യത്തിന് ടോയ്സ് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാറാണോ ലക്ഷ്യത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കുഞ്ഞെ ലക്ഷ്യത്തെ കാറാണോ ഇഷ്ടം? ലക്ഷ്യത്തിന് കാറാണോ ചോദിക്കുന്നത്? കാറാണോ അവർക്ക് ഇഷ്ടം? ഏത് കാറാ വേണ്ട ലക്ഷ്യത്തിന്? ഏത് നിറമുള്ള കാർ വേണം? ഏത് കാറും വേണ്ട. ഓക്കെ. അപ്പം വിജിത, നമുക്കിപ്പോൾ ഒരു 18 കോടിയാണ് ഇപ്പോൾ വേണ്ടി വരുന്നത് അല്ലേ? നമ്മൾ ആശുപത്രി ഡോക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവരെന്താ പറഞ്ഞത്? മെഡിസിൻ കഴിക്കേണ്ട കാര്യം തന്നെ പറഞ്ഞത്. നമ്മൾ ആദ്യം മോനെ SMA ആണെന്ന് അറിഞ്ഞ സമയത്ത് നമ്മൾ കോഴിക്കോട് ആശ്രമിംസ് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ SITയിൽ തിരുവനന്തപുരം SITയിൽ പിന്നെ സൗജന്യ മെഡിസിൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളവിടെ പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ടൈപ്പ് 3 മോൻ്റെത്. അപ്പോൾ ടൈപ്പ് 3ക്ക് സൗജന്യമായിട്ടുള്ള മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഭാവിയിൽ തളർന്നു പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തായാലും കൊടുത്തേ പറ്റൂ. എല്ലാവരും കളിക്കുന്നത് കാണുമ്പോൾ മോന് കളിക്കണമെന്ന്, അവരെ കൂടെ പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ചില സമയത്ത് ഇവിടുന്ന് മോൻ്റെ ഏട്ടനുണ്ട്, ഏട്ടൻ്റെ കൂടെ തന്നെ പോകുമ്പം നമ്മൾ ഒരുമിച്ച് തന്നെ നടക്കണം. ഒറ്റയ്ക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല, ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാനും പറ്റില്ല. ഇരുന്ന് പോയാൽ നമ്മൾ കൂടെ പോയിട്ട് വേണം എടുത്ത് നിർത്തിക്കാൻ. ലക്ഷ്യത്തിനൊരു ചേട്ടൻ കൂടി ഉണ്ട് അല്ലേ? ചേട്ടൻ്റെ പേരെന്താ വിജിത? ലിഷാൻ.
നിഷാനാണ് ലക്ഷ്യത്തിനെ നോക്കുന്നത് അല്ലേ? അവനും നോക്കുന്നുണ്ട്. രണ്ടാളും കൂടി തന്നെ. ചിലപ്പോൾ ചില സമയത്ത് ബെഡിൽ നിന്ന് ഈ ടോയ്സ് എടുത്തിട്ടാണ് കളിക്കല്, ബോളിനേക്കാളും. മനസ്സിലായി. ഏട്ടൻ്റെ കൂടെ അങ്ങനെ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ആണ് വിജിത. നമുക്കിത് എത്ര നാളിനുള്ളിൽ ഈ പൈസ സമാഹരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എന്നത്തേക്ക് ഈ മെഡിസിൻ കൊടുക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്? എത്രയും പെട്ടെന്നാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പൊ കുറച്ച് വീക്കായി വരുന്നുണ്ട്. ഇപ്പൊ ഈ നല്ല തണുപ്പും നല്ല ചൂടുള്ള സമയത്ത് മസിൽ നല്ലോണം ഇതുണ്ടാവും പറഞ്ഞു. വീക്കായി വേദനയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നെന്ന് ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞു ലക്ഷ്യത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എന്തിന്റെ കാര്യത്തിലാണ് വിജിത? ഈ ടോയൊക്കെ കാറൊക്കെ കിട്ടുന്നതിലാണോ സന്തോഷം? കാറിൻ്റെ കൂടെയെല്ലാം കളിക്കുമ്പോഴാണ് അവൻ അങ്ങനെ കളിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതെടുത്തിട്ട് എവിടെയെങ്കിലും അനങ്ങാണ്ട് ഒന്നിക്ക് കിടന്നിട്ട് ഉരുട്ടി കളിക്കും, ഇല്ലെങ്കിൽ അത് എടുത്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒറ്റയ്ക്ക് തന്നെ കളിക്കും ഓരോ സമയത്ത്. ഏട്ടന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ. ഓക്കെ, അഭിലാഷിന് തിരിച്ചു പോകുന്നുണ്ടോ? എന്താണ് പരിപാടി? ഒരുമിച്ച് ഇരിക്കണം. തിരിച്ചു പോകണം, ലീവിന് വന്നതാണ്. ഓക്കെ അഭിലാഷ്, നമുക്ക് നോക്കാം. നമ്മുടെ ഒരുപാട് സഹൃദയരുണ്ടല്ലോ, അവർ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഒരു പക്ഷേ നമുക്ക് ഇത് വലിയ ശ്രമകരമായ ജോലിയാണ്, പക്ഷേ എങ്കിലും നമുക്ക് കഴിയാവുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ശ്രമിച്ചു നോക്കാം. അഭിലാഷ്, അക്കൗണ്ട് നമ്പർ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. താങ്ക് യു വിജിത. ലിജി മോനെ, ഒരു കാറ് അവിടെയുള്ള അങ്കിൾ വാങ്ങിച്ചു തരും കേട്ടോ. അഭിജിത്ത് അങ്കിൾ വാങ്ങിച്ചു തരും. അഭിജിത്ത് അങ്കിളിനോട് ഞാൻ പറയാം കേട്ടോ. ഒരു നല്ല കാറ് വാങ്ങിച്ചു തരും കേട്ടോ. സന്തോഷമായോ? ഒരു മിഠായി കൂടെ ആയാലോ? മിഠായി ഇഷ്ടമാണോ? ഏത് മിഠായിയാ ഇഷ്ടം? ചോക്ലേറ്റ് ആണോ? ഓക്കെ ശരി, നമുക്കെന്തായാലും വിജിത ഒന്ന് ശ്രമിക്കാം. അഭിലാഷ്, എല്ലാവരും ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മളെല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചാൽ. ശരി ശരി ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സ്ക്രീനിൽ ആ നമ്പർ വരും. ഇതാണ് അക്കൗണ്ട് നമ്പർ. ഇത് നമ്മൾ കാർഡ്സായിട്ടും പുഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു ലക്ഷ്യത്തിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ നമുക്കത് സാധ്യമാവും. 4453282153 എന്നതാണ് അക്കൗണ്ട് നമ്പർ. IFSC കോഡ് SBIN 007091. SBI കരിങ്കൽക്കുഴി ബ്രാഞ്ചാണ്.